എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് മുല്ലപ്പൂവാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് മുല്ലപ്പൂ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ ഈ ആട്ടിയ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഈ എണ്ണയിൽ ഈ പൂ കിടക്കട്ടെ. ഒരു ഓവർനൈറ്റ് നമുക്കിതിങ്ങനെ ഇട്ട് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇപ്പം ഞാനിതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് പിറ്റേന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുല്ലപ്പൂവിൻ്റെ നിറവും മണവും എല്ലാം എണ്ണയിലേക്ക് വന്നിട്ടുണ്ട്. മുല്ലപ്പൂവിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള കേടുപാടുകളെല്ലാം മാറ്റി നല്ല മുല്ലപ്പൂ പോലെ മൃദുവാവാൻ വളരെ നല്ലതാണ് ഈ ഓയിൽ. ഈ ഓയിൽ ഉപയോഗിച്ച് ഫേസ് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്കിന്നിലുള്ള ചുളിവുകളൊക്കെ മാറ്റി സ്കിന്നിലെ ഡാർക്ക് സ്പോട്ടുകളൊക്കെ മാറ്റുന്നതിനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. നമുക്ക് ഈ എണ്ണ ഇതേ രീതിയിലെടുത്ത് നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ബോട്ടിലിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2-3 ദിവസം മുല്ലപ്പൂ എണ്ണയിൽ കിടന്നു പറഞ്ഞ് കേടായി പോകുകയൊന്നുമില്ല. വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഓയിൽ, മസാജിങ് ഓയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചർമ്മം എപ്പോഴും നല്ല ചെറുപ്പമായിരിക്കാനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കൂ. നമുക്ക് സ്കിന്നിലെ മാറ്റം നമുക്ക് തന്നെ കണ്ട് അറിയാം. അപ്പോൾ ഇനി ഞാനിപ്പോൾ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുല്ലപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിപ്പോൾ നാട്ടിലൊക്കെ ഒരുപാട് മുല്ലപ്പൂ കിട്ടുന്ന സീസൺ കൂടിയാണ്. അപ്പോൾ കുറച്ച് മുല്ലപ്പൂ എടുത്ത് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടറാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഈ ബൗള് ഇത് ഫ്രിഡ്ജിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇത് പുറത്ത് തന്നെ വയ്ക്കുകയാണെങ്കിൽ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ വേറെ ഒരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. നമ്മൾ മസാലയൊക്കെ ഇടിക്കുന്ന കല്ല് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മുല്ലപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. ചെറുതേനൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഹണി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി കൂടുതൽ മുല്ലപ്പൂ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് പൂ ഉള്ളതുകൊണ്ട് അരഞ്ഞ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഇടികല്ലിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇത് ഇടികല്ലിലും മിക്സിയിലൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ എരിവ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല. നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇത് ഫേസിൽ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. ഫേസ് പാക്കായിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഫേസ് പാക്കോ ഫേസ് മസാജിങ് ഓയിലൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിന്ന് കയ്യിലാണ് ഞാനിപ്പോൾ ഇത് പാക്കിട്ട് കാണിക്കുന്നത്. നമുക്ക് ഈ പാക്കൊന്ന് കയ്യിലൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഞാനിത് ഇട്ട് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് നേരമേ നമ്മളിത് വെക്കുന്നുള്ളൂ. ഇത് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയെങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് ഉണങ്ങി വരാൻ തുടങ്ങുന്ന സമയത്ത് വേണം. ഒന്ന് ഡ്രൈ ആവുമ്പോൾ അതൊന്ന് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നോർമൽ വാട്ടർ ഉപയോഗിച്ച് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നമുക്ക് നല്ലൊരു സുഖമാണ്. സ്കിൻ നല്ല സോഫ്റ്റ് ആവുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. സ്കിന്നിലുള്ള ചുളിവുകളും എല്ലാം മാറി സ്കിന്ന് നല്ല മുല്ലപ്പൂ പോലെ മൃദുവാവാൻ ഈ പാക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ പാക്ക് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു ദിവസം ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പെട്ടെന്ന് മാറ്റമൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂസ് കുറച്ച് ദിവസമൊന്ന് ഉപയോഗിച്ച് നോക്കൂ. മാറ്റം നമുക്ക് കണ്ടറിയാം. ഇപ്പം ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ബൗൾ ഞാൻ പുറത്ത് എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പും നല്ല മണവും ഉണ്ട്. മുല്ലപ്പൂവിൻ്റെ മണം മൊത്തം വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുന്നതും വളരെ നല്ലതാണ്.
ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് അരിച്ച് ഒരു ബൗളിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വാട്ടർ നമ്മളൊരു സ്പ്രേ ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ റോസ് വാട്ടറൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഒരു ടോണറായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം മുല്ലപ്പൂവിൻ്റെ ആ വാട്ടറും നമുക്ക് ടോണറായിട്ട് ഉപയോഗിക്കാം. മുല്ലപ്പൂവിൻ്റെ മണവും തണുപ്പും എല്ലാം കൂടി നമ്മുടെ ക്ഷീണവും സ്കിന്നിൻ്റെ ചുളിവുകളും എല്ലാം മാറ്റി നല്ല സോഫ്റ്റായിരിക്കുന്നതിനും സ്കിന്ന് എപ്പോഴും ചെറുപ്പമായി ഇരിക്കുന്നതിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കൂ. ഈസിയാണ്. മുല്ലപ്പൂ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മുല്ലപ്പൂ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ മുല്ലയുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പൂ എടുത്താൽ മതി. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. നമ്മൾ 3 പ്രോഡക്റ്റാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഫേസ് പാക്കും ഫേസ് മസാജിങ് ഓയിലും ടോണറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കൂ. ഇനി മുല്ലപ്പൂ അലർജി ഉള്ളവർ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി ജെൻസിനും ലേഡീസിനും ഒക്കെ ഉപയോഗിക്കാം, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്